5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മലയാളിക്ക് സാക്ഷരതാണ്, ലിറ്ററസി റേറ്റ് വളരെ ഹൈ ആണ്. ഇപ്പോൾ നമ്മൾ 1ാം സ്ഥാനത്തായിരുന്നു, ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് പോയി. മിസോറാം 1ാം സ്ഥാനത്തേക്ക് പോയി. പക്ഷേ എങ്കിലും നമ്മൾ ഹൈ ആണ്. പക്ഷേ വിദ്യാഭ്യാസമില്ല എന്നൊരു വാക്ക് നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അവർ പറഞ്ഞു. വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അറിവാണോ, നോളജാണോ, അതോ എഡ്യൂക്കേഷനാണോ, എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. കാരണം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസം ഉണ്ട്. ഇവിടെ PG PhD എടുത്ത ഒരുപാട് പേരും ലക്ഷക്കണക്കിന് ആളുകൾ ഉള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസം ഉള്ളവരും ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് വിവേകവും വിജ്ഞാനവും ഉള്ളവർ കുറവാണ് എന്നുള്ളതാണ്. കാര്യം ചെറിയ കാര്യത്തിന് ഷൗട്ട് ചെയ്യുക, ചാടി വീഴുക, വിവാദങ്ങൾ ഉണ്ടാക്കുക, ജാതി മത കാർഡ് ഇറക്കുക, തീവ്രവാദം പോലുള്ള കാര്യങ്ങളെ ന്യായീകരിക്കുക. ഇപ്പോൾ ഭാരതമാതാവിൻ്റെ പ്രശ്നം വന്നപ്പോൾ അതിനകത്ത് ചേരിതിരിഞ്ഞ് നിന്ന് യുദ്ധം ചെയ്യുക, യൂണിവേഴ്സിറ്റികളിൽ ചേരിതിരിഞ്ഞുള്ള ബഹളം നടത്തുക, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. പക്ഷെ എന്തായാലും അദ്ദേഹം പറഞ്ഞത് കേരളത്തിന് സാക്ഷരതയുണ്ട്, വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ എന്തോ ഒരു പൊരുത്തക്കേട്. അദ്ദേഹം ഉദ്ദേശിച്ചത് അതിനാവശ്യമുള്ള വിവേകമില്ല. ഇത്രയും സാക്ഷരതയും വിദ്യാഭ്യാസവും ഉണ്ടെങ്കിലും അതിനാവശ്യം ഒരു വിവേകവും വിജ്ഞാനവും ഒരു കുറവാണ്. എന്നിട്ട് അദ്ദേഹം അടുത്ത സെൻറ്റൻസിൽ പറയുന്ന ബുദ്ധിയുള്ളവരാണ്, ബുദ്ധി രാക്ഷസന്മാരാണ്, ഭൗതിക കാര്യങ്ങളിൽ വളരെ മുന്നിലുവാന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു അവിയൽ പരുവമാണ്. ഈ മലയാളീകരിച്ച് വരുമ്പോൾ ഒരു പ്രശ്നമാണോ, ഇംഗ്ലീഷിൽ അദ്ദേഹം പ്രസംഗിച്ചത് മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഗവർണർ പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങളും കൂടി ഉണ്ട്. കാരണം നമ്മൾ പല കാര്യങ്ങളിലും ജാതി ഇല്ല എന്ന് പറയുകയും ജാതിപരമായി നമ്മൾ സംഘടിക്കുകയും ചെയ്യും, മതമില്ല എന്ന് പറയുകയും മതപരമായി നമ്മൾ സംഘടിക്കുകയും ചെയ്യും, മതേതരത്വം പറയുകയും ജാതി മത അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്യും, മതേതരത്വത്തെക്കുറിച്ച് പറയുകയും തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി മതവർഗീയ ശക്തികൾ കൃത്യമായി തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികളുമായി തോളോട് തോൾ ചേർന്ന് മാറിയും തിരിഞ്ഞുമൊക്കെ വോട്ട് ചെയ്യും, പിന്തുണ പ്രഖ്യാപിക്കും. മതവും ജാതി ഇല്ല എന്ന് പറയും. സർക്കാരിൻ്റെ ഏതൊരു പോളിസി വന്നാലും, പുതിയൊരു ഉത്തരവ് വന്നാലും ഉടൻ അതിനകത്ത് ജാതിയും മതവും ഫിറ്റ് ചെയ്ത് അത് ഞങ്ങളുടെ മതത്തിന് ശരിയല്ല, ഞങ്ങളുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അപ്പം മതവും ജാതിയും ഒക്കെ ഇവിടെ നന്നായി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കപട സദാചാര ബോധമുണ്ട്, ഒരു കപട ലൈംഗികപരമായ കാര്യങ്ങളിൽ ഒരു കപട ലൈംഗിക ബോധമുണ്ട്, ഒരു ലൈംഗിക അരാജകത്വമുണ്ട് മലയാളിക്ക്. അങ്ങനെ ഒത്തിരി കാര്യം. പിന്നെ പിള്ളേരാണെങ്കിൽ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരുപാട് കുട്ടികൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇവിടെ ഉണ്ട്. അൺഎംപ്ലോയ്മെൻ്റ് അല്ല, അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇവിടെയുണ്ട്. പഠിച്ച ഡിഗ്രി അനുസരിച്ചുള്ള അല്ലെങ്കിൽ ബിരുദം അനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല. അതിൻ്റെ സ്ട്രെസ്സ് വളരെ വലുതാണ്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഇവിടെ നിന്ന് പഠിച്ചിട്ട് പുറത്തു പോകുന്നത്. വയസ്സായവരെ നോക്കുന്നതിൽ നമ്മൾ വളരെ വികലമായ ചിന്താഗതി ഉള്ളവരാണ്. അതുപോലെ പിന്നെ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നതിൽ, പോക്സോ കേസുകൾ കൂടുന്നതിൽ, ക്രിമിനൽ കേസുകൾ കൂടുന്നതിൽ, സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് നഗരങ്ങൾ മാറിപ്പോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സാക്ഷരതയെ പോലെ സാക്ഷരരായ ഒരു സമൂഹത്തിൻ്റെ, ഒരു ജനാധിപത്യ പൗരബോധത്തിലൂന്നിയ, ഒരു ദേശസ്നേഹത്തിലൂന്നിയ ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടില്ല. ആ റീഡിങ് ഗവർണറുടേത് ശരിയാണ്. തീർച്ചയായും അത് ഉണ്ടാകേണ്ടതാണ്. നമ്മൾ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഗവർണർ പറയാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഇവിടെ നിങ്ങളുടെ വിവരവും വിജ്ഞാനവും പ്രയോഗിക്കുന്നതിൽ കുറച്ച് കുറവുണ്ട്, വിവേകവും കുറച്ച് കുറവാണ്. സാക്ഷരതയുണ്ട് എന്ന് പറയുന്നു. എന്തായാലും സാക്ഷരരായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ വിവര വിജ്ഞാന വിവേകത്തിലേക്ക് പോകുന്നതായി നമുക്ക് നോക്കാം. അത് കേവലം കുറേ ജോലി തേടുന്നത് മാത്രമല്ല, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ, സാമൂഹ്യ സുരക്ഷയുടെ കാര്യത്തിൽ, സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ, വൃദ്ധരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, നമ്മുടെ രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിൽ, വിഷയങ്ങളെ സമീപിക്കുന്ന കാര്യത്തിൽ കേവല യുക്തി കക്ഷി രാഷ്ട്രീയ വാദങ്ങൾക്കപ്പുറമുള്ള വിശാലമായ കാഴ്ചപ്പാടിലേക്ക് മലയാളി വരുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഗവർണറുടെ ആ സൂചന, കണ്ടെത്തൽ അല്ലെങ്കിൽ നിരീക്ഷണം വളരെ പോസിറ്റീവായി തന്നെ നമുക്ക് കാണാം.